Welcome to the new video of Engineering Geology. So, fourth module last portion ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെറ്റാമോർഫിക് റോക്സ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ എന്തൊക്കെ റോക്സ്, ഇഗ്നിയസ് റോക്സും അതുപോലെ സെഡിമെൻ്ററി റോക്സും എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് മെറ്റാമോർഫിക് റോക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഗ്നിയസ് റോക്സിനും അതുപോലെ സെഡിമെൻ്ററി റോക്സിനും ചേഞ്ചസ് വന്നതിന് ശേഷം, അതായത് മെറ്റാമോർഫിക് ചേഞ്ചസ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന റോക്സിനാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ടെക്സ്ചറിൽ ചേഞ്ച് വരും, സ്ട്രക്ചറിൽ ചേഞ്ച് വരും, അതുപോലെ മിനറോളജിക്കൽ കോമ്പോസിഷൻസിലും ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ പറയുന്നത്. മെറ്റാമോർഫിക് റോക്സ് ആർ ഡിഫൈൻഡ് ആസ് ദോസ് റോക്സ് വിച്ച് ഹാവ് ഫോം ത്രൂ ദ ഓപ്പറേഷൻ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് മെറ്റാമോർഫിക് പ്രോസസ്സസ് on the pre-existing igneous and sedimentary rocks involving changes in the texture, structure and mineralogical compositions. Okay. Then metamorphism എന്ന് വെച്ചാൽ എന്താണ്? മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ ചേഞ്ചസ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒറിജിനൽ റോക്സിൽ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സറൗണ്ടിങ് കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ, കെമിക്കലി ആക്റ്റീവ് ഫ്ലൂയിഡ്, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് റോക്സിനുണ്ടാകുന്ന ചേഞ്ചസ്, അതിനെയാണ് നമ്മൾ മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ മെറ്റാമോർഫിസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹീറ്റ്, പ്രഷർ, അതുപോലെ കെമിക്കൽ എൻവയോൺമെൻറ്റ്. ഇത് കാരണമാണ് മെറ്റാമോർഫിസം സംഭവിക്കുന്നത്. സോ അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പറേച്ചറിന് ചുറ്റുമുള്ള റോക്സിന് ചുറ്റുമുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ റോക്സ് എന്ത് ചെയ്യും? അതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും അത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. വെൻ ദ ടെമ്പറേച്ചർ അറൗണ്ട് റോക്സ് ചേഞ്ച്, ദ മിനറൽ കോമ്പോസിഷൻ ഓഫ് ദ റോക്സ് അണ്ടർഗോ സം ചേഞ്ചസ് ഇൻ ഓർഡർ ടു അഡ്ജസ്റ്റ് ദി ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ചുറ്റുമുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള മിനറൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചർ, അതായത് പുറത്ത് ചേഞ്ച് ആവുന്ന ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് ചേഞ്ച് ചെയ്യും, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിൻ്റെ അകത്ത് നടത്തും. ഓക്കെ, സോ ഇൻറ്റേർണൽ ഹീറ്റും അതുപോലെ മാഗ്നറ്റിക് ഹീറ്റുമാണ് ടു മേജർ സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഹീറ്റ് വരില്ല. അതിൻ്റെ രണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഹീറ്റും മാഗ്നറ്റിക് ഹീറ്റുമാണ്. ഇൻറ്റേർണൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് കൂടുന്തോറും അവിടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. മാഗ്നറ്റിക് ആണെങ്കിലോ മാഗ്നറ്റിക് ഇൻട്രൂഷൻസ്, അറൗണ്ട് മാഗ്നറ്റിക് ഇൻട്രൂഷൻസിൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ഓക്കെ, സോ internal heat become operative when rocks formed at surface is pushed downwards due to geological process കാരണം താഴോട്ട് പുഷ് ചെയ്യുമ്പോഴാണ് internal heat ഉണ്ടാകുന്നത്. ഓക്കെ, അതേസമയം മാഗ്നറ്റിക് ഹീറ്റ് ഈസ് ഓപ്പറേറ്റീവ് ഓൺ റോക്സ് അറൗണ്ട് പ്ലേസ് ഓഫ് മാഗ്നറ്റിക് ഇൻട്രൂഷൻ. ഓക്കെ, മാഗ്നറ്റിക് ഇൻട്രൂഷൻസിലുള്ള പ്ലേസസിലായിരിക്കും മാഗ്നറ്റിക് ഹീറ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ആവുന്നത്. സോ ടെമ്പറേച്ചർ കഴിഞ്ഞ് നെക്സ്റ്റ് വൺ പ്രഷർ. ഓക്കെ, ഇൻ മെനി കേസ് പ്രഷർ ഈസ് ദ ഡോമിനൻറ്റ് ഫാക്ടർ ഫോർ മെറ്റാമോർഫിക് ചേഞ്ചസ്. ഓക്കെ, പ്രഷർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് ഈ മെറ്റാമോർഫിക് ചേഞ്ചസിന്. ഓക്കെ, റോക്സിൽ ചേഞ്ചസ് വരുന്നത് രണ്ട് സോഴ്സിൽ നിന്ന് ചേഞ്ചസ് വരാം. ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ ബർഡനും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതായത് ഓവർ ബർഡൻ എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് സോയിൽ ആൻഡ് അതർ മെറ്റീരിയൽസ് ആണ് ദി ടോപ്പ്. മുകളിലുള്ള സോയിലിൻ്റെയും അല്ലെങ്കിൽ വേറെ മെറ്റീരിയൽസിൻ്റെയും പ്രഷർ കാരണം അവിടെ ഓവർ ബർഡൻ ഉണ്ടാകും. അങ്ങനെയാണ് താഴോട്ട് പ്രഷർ വരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്രസ്റ്റൽ മൂവ്മെൻറ്റ് ഡ്യൂറിങ് ഈ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ കൺവേർജൻസ് സമയത്തുള്ള ക്രസ്റ്റൽ മൂവ്മെൻറ്റ്സ് കാരണം, അതായത് എർത്ത് ക്വേക്സ്. ഓക്കെ, എർത്ത് ക്വേക്സ് അപ്പോൾ ഈ ക്രസ്റ്റൽ മൂവ്മെൻറ്റ്സ് കാരണമാണ് പ്രഷർ ഉണ്ടാകുന്ന സെക്കൻഡ് സോഴ്സാണ് ക്രസ്റ്റൽ മൂവ്മെൻറ്റ് ഡ്യൂറിങ് കൺവേർജൻസ് ഓഫ് ദി ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത്
chemical environment. Okay, അപ്പോൾ presence or absence of chemically active fluid within the body of the rock or around them plays very important role in the process of all type of metamorphism. Okay, അപ്പം കെമിക്കലി ആക്റ്റീവ് ഫ്ലൂയിഡ്സ്, അതായത് റോക്കിൻ്റെ ബോഡിയിലോ അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിലോ കെമിക്കലി ആക്റ്റീവ് ഫ്ലൂയിഡ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ആബ്സെൻസോ പ്രസൻസോ കൊണ്ട് നമുക്ക് കെമിക്കൽ ചേഞ്ചസ് അവിടെ അല്ലെങ്കിൽ മെറ്റാമോർഫിക് ചേഞ്ചസ് അവിടെ ഉണ്ടാകും. സോ വിത്ത് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ ദ പോർ ഫ്ലൂയിഡ് എക്സ്പാൻഡ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്ലൂയിഡ് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ബിക്കം വെരി ആക്റ്റീവ് ഇൻ ഡിസ്റ്റർബിങ് ഓർ ഈവൻ ബ്രേക്കിംഗ് ദ ഒറിജിനൽ ക്രിസ്റ്റൽ ബൗണ്ടറീസ് ഓഫ് ദി ഇൻവോൾവ്ഡ് മിനറൽസ്. ഓക്കെ, അപ്പോൾ ഇത് ടെമ്പറേച്ചർ കൂടുമ്പോൾ പോർ ഫ്ലൂയിഡ് എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഒറിജിനൽ ക്രിസ്റ്റൽ ബൗണ്ടറീസ് അത് ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. Then some fluids present around the rocks also come in contact with them at elevated temperature and react with the minerals within the rock, producing many changes in either composition and structure. Okay, so this type of ഇങ്ങനെയുള്ള ചേഞ്ചിന് നമ്മൾ മെറ്റാസൊമാറ്റിസം എന്ന് പറയും. എന്ന് വെച്ചാൽ അവിടെ കെമിക്കലി എന്തെങ്കിലും ഒരു ഇത് കാരണം അല്ലെങ്കിൽ കെമിക്കൽ ഫ്ലൂയിഡ് കാരണം അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് മെറ്റാസൊമാറ്റിസം എന്ന് പറയുന്നത്. സോ ഇനി മെറ്റാമോർഫിക് റോക്സിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇത്രയാണ് മെറ്റാമോർഫിക് റോക്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള സ്ട്രക്ചേഴ്സ് ഇത്രയാണ്: കാറ്റക്ലാസ്റ്റിക് സ്ട്രക്ചേഴ്സ്, ഷിസ്റ്റോ സ്ട്രക്ചർ, നെയ്സോ സ്ട്രക്ചർ, അതുപോലെ മാക്യുലോ സ്ട്രക്ചർ, ഗ്രാനുലോ സ്ട്രക്ചർ. ഓക്കെ, ഇതുപോലെ 5 സ്ട്രക്ചേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ കാറ്റക്ലാസ്റ്റിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറൈസ്ഡ് ബൈ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്ട്രീംലി ഫൈൻ റോക്ക് മാസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സിവിയർ ക്രഷിങ് ആൻഡ് ഷിയറിങ് എഫക്റ്റ്. ഓക്കെ, മെറ്റാമോർഫിസം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്രഷിങ് അല്ലെങ്കിൽ ഷിയറിങ് എഫക്റ്റ് കാരണമാണ് കാറ്റക്ലാസ്റ്റിക് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നത്. അതുപോലെ എഫക്റ്റ് മേ ബി സ്പ്രെഡ് ഓവർ വൈഡ് ഏരിയ. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയയിൽ കൂടുതൽ സ്പ്രെഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ഷിസ്റ്റോ സ്ട്രക്ചർ. The rock with this structure is made up of broadly parallel or sub-parallel layers of band of flaky, platy or rod-like minerals, making it weak in the direction of parallelism. Okay, അപ്പോൾ ഇവിടെ പാരലൽ അല്ലെങ്കിൽ സബ് പാരലൽ ലെയേഴ്സ് ഓഫ് ബാൻഡ് ഓഫ് ഫ്ലേക്കി അല്ലെങ്കിൽ പ്ലേറ്റി അല്ലെങ്കിൽ റോഡ് ലൈക്ക് മിനറൽസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ നെയ്സോ സ്ട്രക്ചർ. നെയ്സോ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ദി സ്ട്രക്ചർ കണ്ടെയ്ൻസ് ബാൻഡ്സ് ഓഫ് പ്ലേറ്റി ആൻഡ് ഫ്ലേക്കി മിനറൽസ് ഓൾട്ടർനേറ്റ് വിത്ത് ദോസ് ഓഫ് ഇക്വിഡൈമെൻഷണൽ ആൻഡ് ഗ്രാനുലർ മിനറൽസ്. ഓക്കെ, ഇവിടെ എന്തിൻ്റെ ബാൻഡ്സ് ആണ് ഉണ്ടാകുന്നത്? പ്ലേറ്റി അല്ലെങ്കിൽ ഫ്ലേക്കി മിനറൽസിൻ്റെ ബാൻഡ്സ് ആയിരിക്കും നെയ്സോ സ്ട്രക്ചറിൽ ഉണ്ടാകുന്നത്. ദീസ് ബാൻഡ്സ് ആർ ജനറലി ഓഫ് കോൺട്രാസ്റ്റിംഗ് കളേഴ്സ്, കോമ്പോസിഷൻ ആൻഡ് ടെക്സ്ചർ. ഓക്കെ, ഇതാണ് കാറ്റക്ലാസ്റ്റിക് സ്ട്രക്ചറിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷിസ്റ്റോ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ് ഈ ഫിഗറിലുള്ളത്. ഇതാണ് നെയ്സോ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ് ഈ ഫിഗർ. ഓക്കെ, ദെൻ മാക്യുലോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്പോട്ടഡ് അപ്പിയറൻസ് ഓഫ് ദി റോക്ക് ദാറ്റ് മേ ബി കോസ്ഡ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ് ക്രിസ്റ്റൽസ് വിത്തിൻ ദി ഫൈൻ ഗ്രെയിൻഡ് റോക്ക്. ഓക്കെ, അപ്പോൾ ഈ ഫൈൻ ഗ്രെയിൻഡ് റോക്കിൻ്റെ അകത്തുള്ള ക്രിസ്റ്റൽ ഫോർമേഷൻ കാരണം അവിടെ ഉണ്ടാകുന്നത്, അതായത് റോക്സിലുണ്ടാകുന്ന സ്പോട്ടഡ് അപ്പിയറൻസ് ആണ് നമ്മൾ മാക്യുലോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാനുലോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് മെറ്റാമോർഫിക് റോക്സ് ലൈക്ക് മാർബിൾ ആൻഡ് ക്വാർട്സൈറ്റ്സ് ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ എസെൻഷ്യലി ഗ്രാനുലർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മിനറൽസ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് മിനറൽസിൻ്റെ ഒരു ഗ്രാനുലർ ക്യാരക്ടറിസ്റ്റിക്സ് അതാണ് ഗ്രാനുലർ സ്ട്രക്ചേഴ്സിൽ നമ്മൾ കാണുന്നത്. ദ ഇൻഡിവിജ്വൽ ഗ്രെയിൻസ് മേ ബി ഇറഗുലർ ഇൻ ഔട്ട്ലൈൻ ബട്ട് ആർ ഇൻ്റർലോക്കിംഗ്. ഓക്കെ, ഔട്ട്ലൈനിൽ റെഗുലർ ആയിരിക്കാം, പക്ഷേ അത് ഇൻ്റർലോക്കിംഗ് സ്ട്രക്ചറായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഗ്രാനുലർ സ്ട്രക്ചറിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഷിസ്റ്റോ സ്ട്രക്ചറും അതുപോലെ നെയ്സോ സ്ട്രക്ചറിൻ്റെ ഫിഗറാണ്. സോ
ഇതൊക്കെ വരയ്ക്കാൻ നന്നായിട്ട് പഠിച്ചു വെക്കണം. സോ മാക്യുലോ സ്ട്രക്ചറാണിത്, അതുപോലെ ഗ്രാനുലോ സ്ട്രക്ചറും. സോ മാർബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാമോർഫിക് റോക്കിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് മാർബിൾ എടുക്കാം. മാർബിളിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ ദീസ് ആർ ഗ്രാനുലർ മെറ്റാമോർഫിക് റോക്ക് കമ്പോസ്ഡ് ഓഫ് റീക്രിസ്റ്റലൈസ്ഡ് ലൈംസ്റ്റോൺ. റീക്രിസ്റ്റലൈസ്ഡ് ലൈംസ്റ്റോൺ കൊണ്ടാണ് മാർബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഒരു ഗ്രാനുലർ സ്ട്രക്ചർ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഗ്രാനുലോസ് ടെക്സ്ചർ ബട്ട് ദി ഗ്രെയിൻ സൈസ് ഷോ കൺസിഡറബിൾ വേരിയേഷൻ. കോമ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കാൽസൈറ്റ് ആണ് ഇതിൽ കൂടുതൽ. ഓൾസോ സ്മോൾ എമൗണ്ട് ഓഫ് ഒലിവൈൻ, ഗാർണറ്റ്, അതുപോലെ ആംഫിബോൾ മിനറൽസ് ആർ പ്രസൻറ്റ്. നമുക്ക് വെറൈറ്റി ഓഫ് മാർബിൾസ് വെച്ച് ബേസ്ഡ് ഓൺ കളറിൻ്റെ ബേസിസിൽ നമുക്ക് വൈറ്റ് മാർബിൾ, പിങ്ക് മാർബിൾ, അതുപോലെ ബ്ലാക്ക് മാർബിൾസ് ഉണ്ട്. ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ ഡോളോമൈറ്റ് മാർബിൾസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫോംഡ് ഫ്രം കോണ്ടാക്ട് മെറ്റാമോർഫിസം ഓഫ് കാർബണേറ്റ് ഗ്രൂപ്പ് ഓഫ് സെഡിമെൻ്ററി റോക്സ്. ഓക്കെ, പ്യുവർ വൈറ്റ് മാർബിൾ ആണെങ്കിൽ നമുക്ക് പ്യുവർ ലൈംസ്റ്റോണിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, കളേർഡ് മാർബിൾ ആണെങ്കിൽ അത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും, ലൈംസ്റ്റോണിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. സോ അപ്പോഴാണ് നമുക്ക് കളേർഡ് മാർബിൾസ് കിട്ടുന്നത്. ഡോളോമൈറ്റിക് മാർബിൾസ് എന്ന് പറയുന്നത് മഗ്നീഷ്യൻ ലൈംസ്റ്റോണിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് ഡോളോമൈറ്റിക് മാർബിൾസ് എന്ന് പറയുന്നത്. നമുക്ക് മാർബിൾസ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം അല്ലേ? ബിൽഡിങ്സിൽ നമ്മൾ യൂസ് ചെയ്യും, അതുപോലെ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യും, അതുപോലെ ഓർണമെൻ്റൽ സ്റ്റോണായിട്ട് നമ്മൾ മാർബിൾസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഡോളോറൈറ്റ് നെക്സ്റ്റ് എക്സാമ്പിളാണ് ഡോളോറൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഇഗ്നിയസ് റോക്ക് ഓഫ് ഹൈപ്പർബേസൽ ഒറിജിനാണ്, ഹാവിങ് ഫോംഡ് ആസ് ഷാലോ സിൽസ് ആൻഡ് ഡൈക്ക്. ഓക്കെ, ഷാലോ സിൽസ് ആൻഡ് ഡൈക്സ് ആയിട്ട് ഫോം ചെയ്യുന്ന ഇഗ്നിയസ് റോക്ക്, ഹൈപ്പർബേസലിൻ്റെ ഇഗ്നിയസ് റോക്കാണ് ഡോളറൈറ്റ് എന്ന് പറയുന്നത്. റിഗാർഡഡ് ആസ് ഇക്വലൻറ്റ് ടു ഗാബ്രോസ് ഓഫ് പ്ലൂട്ടോണിക് ഒറിജിൻ ആൻഡ് ബസാൾട്ട് ഓഫ് വോൾക്കാനിക് ഒറിജിൻ. ഓക്കെ, സോ term diabase is also used for dolerite. Then composition എന്ന് പറയുന്നത് കാൽസിക് പ്ലാജിയോക്ലേസ് ആണ് പ്രിഡോമിനൻറ്റ് മിനറൽ എന്ന് പറയുന്നത്. അതുപോലെ ഡാർക്ക് മിനറൽസ് ഓഗൈറ്റ്, ഒലിവൈൻ ആൻഡ് അയൺ ഓക്സൈഡ്സ് അതുപോലത്തെ ഡാർക്ക് മിനറൽസ് ഇതിലുണ്ട്. സോ ടെക്സ്ചർ എന്ന് പറയുന്നത് മോസ്റ്റ്ലി മീഡിയം ടു ഫൈൻ ഗ്രെയിൻ റോക്സ് ആയിരിക്കും. ഓഫിറ്റിക് ആൻഡ് porphyritic texture are quite common. Okay, then occurrence എന്ന് പറയുന്നത് sills and dikes of doleritic composition is recorded in many places associated with magmatic activities. Then in Singapore region of South Bihar, many doleritic dikes traverses the Singapore granite. Okay, അപ്പോൾ അവിടെയാണ് സൗത്ത് ബീഹാറിലാണ് നമുക്കിത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. സോ നെസ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മെഗാസ്കോപ്പിക്കലി ക്രിസ്റ്റലൈൻ ഫോളിയേറ്റഡ് മെറ്റാമോർഫിക് റോക്ക് ക്യാരക്ടറൈസ്ഡ് ബൈ സെഗ്രിഗേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മിനറൽസ് ഇൻ ടു ലെയേഴ്സ് ഓർ ബാൻഡ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് കളർ, ടെക്സ്ചർ ആൻഡ് കോമ്പോസിഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ നെസ്സിസ് എന്ന് പറയുന്നത്. മെഗാസ്കോപ്പിലി ക്രിസ്റ്റലൈൻ ഫോളിയേറ്റഡ് മെറ്റാമോർഫിക് റോക്കാണ്. ഈ സെഗ്രിഗേറ്റഡ് കോൺസ്റ്റന്റ് മിനറൽസിന് ലെയർ അല്ലെങ്കിൽ ബാൻഡ് ടൈപ്പിലായിരിക്കും നമുക്ക് കാണുന്നത്. വിച്ച് ഹാസ് കോൺട്രാസ്റ്റിംഗ് കളർ, ടെക്സ്ചർ ആൻഡ് ഓൾസോ കോമ്പോസിഷൻ. ഓക്കെ, a typical gneiss will show bands of micaceous minerals alternating with bands of equidimensional minerals like feldspar, quartz and granite. Okay, then next composition എന്ന് പറയുന്നത് generally rich in minerals of parent rock that are crystallized during the process of metamorphism. മെറ്റാമോർഫിസത്തിൻ്റെ സമയത്ത് അവിടെ പാരന്റ് റോക്കിൻ്റെ മിനറൽസ് ക്രിസ്റ്റലൈസ് ചെയ്യും. then feldspar and quartz are most common minerals. അതുപോലെ dark minerals like pyroxene and amphibole groups are also present. then typical metamorphic minerals like സ്റ്റെറലൈറ്റ്, സിലിമാനൈറ്റ്, അതുപോലെ ഗാർണറ്റ്, കയനൈറ്റ് ആൻഡ് എപ്പിഡോട്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള ടിപ്പിക്കൽ മെറ്റാമോർഫിക് മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
Then texture and structure എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺ ഈസ് കോസ്ലി ക്രിസ്റ്റലൈൻ ടെക്സ്ചർ ആൻഡ് ഓൾസോ എന്താണ് ആൻഡ് ദി നിസോ സ്ട്രക്ചർ. പിന്നെന്താണ് ഓർഗനൈസിസ് ഷോസ് കാറ്റക്ലാസ്റ്റിക് സ്ട്രക്ചർ ഇൻ വിച്ച് ഹാർഡൻഡ് മിനറൽസ് ആർ ഹാർഡൻഡ് ആൻഡ് എന്താണ് ഇലോങ്ങേറ്റഡ്. അതുപോലെ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഓർത്തോനെസിസ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി മെറ്റാമോർഫിസം ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് അതർ ഇഗ്നിയസ് റോക്സ്. പാരനസിസ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ഫ്രം ദി മെറ്റാമോർഫിസം ഓഫ് സെഡിമെൻ്ററി റോക്സ് ലൈക്ക് സാൻഡ് സ്റ്റോണിൻ്റെ സെഡിമെൻ്ററി എന്താണ് മെറ്റാമോർഫിസം നടന്നിട്ടുണ്ടാകുന്ന വെറൈറ്റിയാണ് പാരനസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ബാൻഡഡ്നെസിസ്. ഇതെന്ന് പറയുന്നത് ടാബുലർ ആൻഡ് ഫ്ലേക്കി മിനറൽസ് ആർ സെഗ്രിഗേറ്റഡ് ഇൻ കോൺസ്പീഷ്യസ് ബാൻഡ്സ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് എന്താ ഡാർക്ക് ആൻഡ് ലൈറ്റ് കളർ. അങ്ങനെയാണ് ബാൻഡഡ്നെസിസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓർഗനൈസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോംഡ് ആസ് റിസൾട്ട് ഓഫ് ഡൈനാമിക് മെറ്റാമോർഫിസം ഓഫ് ഗ്രാനൈറ്റ്സ് ആൻഡ് എന്താണ് സെഡിമെൻ്ററി റോക്സ് ഷോയിങ് എ ടിപ്പിക്കലി കാറ്റക്ലാസ്റ്റിക് സ്ട്രക്ചർ. In this rock, strong minerals are elongated in the form of lens-like form under operating stresses. Okay. Then അടുത്തതെന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ നെസിസ്, ഓൾസോ ടേംഡ് ആസ് കോമ്പോസിറ്റ് നെസിസ്, മൈഗ്മാറ്റൈറ്റ് ഓഫ് പെർമിയേഷൻ ഓക്കെ. എന്നാണ് എന്താണ് ഇഞ്ചക്ഷൻ നെസിനെ നമുക്ക് അങ്ങനെയും പറയാം, കോമ്പോസിറ്റ് നെസിസ് എന്ന് പറയാം, മിഗ്മാറ്റൈറ്റ് ഓർ പെർമിയേഷൻസ് എന്ന് നമുക്ക് പറയാം. Then exhibits a typically banded structure in which bands of igneous and metamorphic minerals occurs in alternate manner. ഓക്കെ, അപ്പോൾ അത് ബാൻഡഡ് സ്ട്രക്ചർ ആയിരിക്കും. ഇഗ്നിയസിൻ്റെയും മെറ്റാമോർഫിക്കിൻ്റെയും ഓൾട്ടർനേറ്റ് മാനറിലായിരിക്കും ബാൻഡ്സ് കാണാൻ പറ്റുന്നത്. ഓക്കെ, മിക്സ്ഡ് ഒറിജിൻ ആയിരിക്കും ഈ റോക്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു വൺ വ്യൂ, igneous material penetrated in an originally quartzo-feldspathic rock along its plane of foliated with the mafic minerals of igneous nature got crystallized. Okay, so the process of penetration of igneous rocks along plane of weakness of another rock is termed as എന്താണ് ലിറ്റ് പെർ ലിറ്റ് ഇഞ്ചക്ഷൻ എന്നാണ് അതിനെ പറയുന്നത്. സോ നെക്സ്റ്റ് ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താണ് ജനറലി ആസ് റിസൾട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് മെറ്റാമോർഫിസം ഓഫ് എ വെറൈറ്റി ഓഫ് പാരന്റ് റോക്ക് സച്ചസ് എന്തൊക്കെയാണ് സാൻഡ് സ്റ്റോൺ, അതുപോലെ കോൺഗ്ലോമെറേറ്റ്സ്, അതുപോലെ ഗ്രാനൈറ്റ്സ് ആൻഡ് റയോലൈറ്റ്സ്. ഓക്കെ, ദെൻ യൂസ് എന്ന് പറയുന്നത് നമുക്ക് കോമ്പാക്ട് ഡെൻസ് ആൻഡ് മാസീവ് വെറൈറ്റി ഓഫ് നെസിസ് ഫൈൻഡ് ആപ്ലിക്കേഷൻസ് ആസ് റോഡ് സ്റ്റോൺ ആൻഡ് ഇൻ സം കേസസ് നമ്മൾ ബിൽഡിംഗ് സ്റ്റോൺസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Then charnocite, okay, hyperthene bearing granitic rock that are garnetiferous. Okay, so hyperthene bearing rocks ആണ് ചാനോക്കൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് തമിഴ്നാട്ടിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സീരീസ് ഷോ വെറൈറ്റി ഫ്രം അസിഡിക് ടു അൾട്രാഫാമിക് റേഞ്ചാണ് ഇതിൻ്റെ എന്താണ് ടൈപ്പായിട്ട്, അല്ലെങ്കിൽ എന്താ കെമിക്കലി അസിഡിക് ടു അൾട്രാഫാമിക് ആയിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഒറിജിൻ ഓഫ് ചാനോക്കൈറ്റ് ഈസ് a debatable topic എന്ന് വെച്ചാൽ അത് ഒറിജിനേറ്റ് ചെയ്തത് എന്തിൽ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തതെന്ന് പല സ്ഥലത്തും പല കാര്യങ്ങളാണ് അതിൻ്റെ ഒറിജിനെ പറ്റി പറയുന്നത്. ഓക്കെ, റോക്ക് ഷോസ് granoblastic texture and quite a variable mineralogical composition. Okay, granoblastic texture ആണ് റോക്സ് കാണിക്കുന്നത്. There is a broad consensus that chanokites are actually igneous rock rich in hypersthene which have been complaced in sheets of variable thickness in folded basement rocks. Okay, സോ നെക്സ്റ്റ് നമുക്ക് റോക്ക് ടൈപ്സ് ഓഫ് കേരള എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, കേരളത്തിൽ നമുക്ക് മേജർ 4 ടൈപ്പ് 4 മേജർ ഏജ് ഗ്രൂപ്പ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്? ആർക്കിയൻ, പ്രോട്രോസോയിക്, ക്രിട്ടേഷ്യസ്, സിനസോയിക്. ഓക്കെ, ഇതുപോലെ 4 ടൈപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദ സ്റ്റേറ്റ് കംപ്രൈസസ് ഓഫ് ആൻ അസംബ്ലേജ് ഓഫ് മിഗ്മറ്റൈറ്റ്സ്, മെറ്റാസെഡിമെൻ്ററി ആൻഡ് മെറ്റാ ഇഗ്നീഷ്യസ് റോക്സ്. ടുവേർഡ്സ് സൗത്ത് മിഗ്മറ്റൈറ്റ്, ഗ്രൂനറൈറ്റ്, അതുപോലെ ആംഫിബോളൈറ്റ്, അതുപോലെ എന്താണ് കാൽക്ക്,
granulites and granite towards the center, and granulite schist and gneiss intruded by alkaline plutons constitute the northernmost part. ഓക്കെ, അപ്പോൾ സദേൺ പാർട്ടിലും നോർത്തേൺ പാർട്ടിലും ഏതൊക്കെ ടൈപ്പാണുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. So then tectonically the Kerala region have been divided into Precambrian and tertiary tectonic provinces. ഓക്കെ, അപ്പോൾ കേരള റീജിയനിൽ നമ്മൾ ടെക്ടോണിക്കലി കേരള റീജിയനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രീ കാംബ്രിയൻ എന്നും അതുപോലെ ടെർഷ്യൻ ടെക്ടോണിക് പ്രോവിൻസസ് എന്നുമാണ് പറയുന്നത്. സോ മിനറൽ റിസോഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഈസ് endowed with a number of occurrence അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് മിനറൽസ് സച്ചസ് എന്തൊക്കെ മിനറൽസ് ആണ്? ഹെവി മിനറൽ സാൻഡ്സ് ഉണ്ട്, അതായത് ഇൽമനൈറ്റ്, റൂട്ടൈൽ, അതുപോലെ സിർക്കോൺ, മോണസൈറ്റ്, അതുപോലെ സിലിമനൈറ്റ്. ഓക്കെ, അപ്പോൾ കേരളത്തിലുള്ള മിനറൽ സാൻഡ്സിൻ്റെ വെറൈറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതുപോലെ ഗോൾഡ്, അയൺ ഓർ, ബോക്സൈറ്റ്, ഗ്രാഫൈറ്റ്, ചൈന ക്ലേ, ഫയർ ക്ലേ പോലുള്ള അതുപോലുള്ള ടൈപ്സും അതുപോലെ പല ടൈപ്സ് ഓഫ് റോക്സും അതുപോലെ മിനറൽസും നമുക്ക് കേരളത്തിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, so however mining activities on large scale are confined mainly to a few minerals such as heavy mineral sand, china clay, and to a lesser extent limestone or lime shell, silica sand, granite dimension stone, and granite or laterite building stones. Okay, mining activities എന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ കുറച്ച് മിനറൽസിന് അല്ലെങ്കിൽ റോക്സിന് മാത്രം നമുക്ക് മൈൻ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിലൊക്കെ ഓരോ എക്സാമ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഇത് എല്ലാത്തിലും പഠിച്ച് വെക്കണം. ഇൻഫാക്ട് ഹെവി മിനറൽ സാൻഡ് ആൻഡ് ചൈന ക്ലേ കോൺട്രിബ്യൂട്ട് മോർ ദാൻ 90% ഓഫ് ദി ടോട്ടൽ വാല്യൂ ഓഫ് മിനറൽ പ്രൊഡക്ഷൻ ഇൻ ദ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഹെവി മിനറൽ സാൻഡും അതുപോലെ ചൈന ക്ലേ എന്ന് പറയുന്നത് മോർ ദാൻ 90% ഓഫ് ദി ടോട്ടൽ വാല്യൂ ഓഫ് മിനറൽ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കറക്റ്റ് ലൊക്കേഷനും അതുപോലെ ആ സ്ഥലത്തുള്ള മിനറൽസ്, അതായത് കേരളത്തിലെ ഓരോ സ്ഥലത്തുള്ള മിനറൽസ് എവിടെയൊക്കെയാണ് ഏതൊക്കെ മിനറൽസ് കൂടുതലാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഈ ടേബിളും കാണാതെ കുറച്ചെങ്കിലും ഈ ടേബിളിലുള്ള കാര്യങ്ങൾ അത്യാവശ്യം കുറച്ചെങ്കിലും മനസ്സിലാക്കി വെക്കണം. മിനറൽസ് ഓഫ് അല്ലെങ്കിൽ റോക്സ് ഓഫ് കേരള എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് എങ്കിലും നമ്മൾ നോക്കി വെച്ചേക്കണം. ഓക്കെ.